നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള ആ ഒരു നാരായണമൂർത്തിയായിട്ടാണ്. ആ നാരായണമൂർത്തിയെ നമുക്ക് സത്സംഗത്തിലേക്ക് ശ്രേഷ്ഠാചാര്യ സ്ഥാനത്തേക്ക് ആദരപൂർവം ക്ഷണിക്കാം. അതിനുശേഷം നമുക്ക് ഭഗവാന്റെ ആ 4 തൃക്കൈകളോട് കൂടിയ നാരായണമൂർത്തിക്ക് അനന്തകോടി നമസ്കാരം പറയാം. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പൻ്റെ വലിയ 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 കടാക്ഷം കൊണ്ടാണ് വലിയ മുടക്കങ്ങളൊന്നും വരാതെ നമുക്ക് ഈ വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും ഒരുമിച്ച് ചേരാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെയും പുതിയ പുതിയ ഐഡിയകളും തോട്ട്സും ഒക്കെ അയച്ചു തരൂ കേട്ടോ. പറ്റാവുന്നതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇന്ന് എനിക്ക് ഒരുപാട് വലിയ വലിയ സന്തോഷമുണ്ട് കേട്ടോ. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയാം. അത്രയും ഭയങ്കരം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത്ര വലിയ സന്തോഷമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 നമസ്കാരം നമുക്ക് ഈ പുതുവർഷത്തിൽ തുടങ്ങാം. 2026 എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ 12 നമസ്കാരം ചെയ്താലോ എന്നൊരു ആലോചന പറഞ്ഞപ്പോഴേക്കും 700-ലധികം പേരാണ് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പലരും ഞാനതിന് മുൻപ് ലൈവിൽ പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങി എന്ന് പറഞ്ഞു. പലരും കുട്ടിക്കാലം മുതലേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഇതിനെല്ലാം നിമിത്തമാവാൻ നിയോഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതല്ല എനിക്ക് സന്തോഷത്തിൻ്റെ കാരണം, ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അതിനെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കി ശരിയാണ് അങ്ങനെ ചെയ്തു തുടങ്ങാം എന്ന് പറയുമ്പോൾ അത് തരുന്ന ആ ഒരു എന്താ പറയുക, അത്ര വലിയ സന്തോഷം കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതെനിക്ക് വാക്കുകളിലൂടെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അത്രയൊന്നും റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. 12 നമസ്കാരം അത് ബുദ്ധിമുട്ടാവും എന്നാണ് പല ആളുകളും ചിന്തിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഒരുപാട് പേര് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അത്രേ പറയാൻ അറിയുള്ളൂ. ഒരുപാട് പേര് എനിക്കിങ്ങനെ കമൻ്റായിട്ടും അറിയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിൽ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി തുടങ്ങാം അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളല്ലേ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. നാരായണ നാമം ചൊല്ലുന്നു, അതേപോലെ തന്നെ നമസ്കരിക്കുന്നു, നാരായണീയം കൊണ്ട് ആശ്രയിക്കുന്നു. ഇതൊക്കെ തന്നെയാട്ടോ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി കണക്കാക്കുന്നത്. ഗുരുവായൂരപ്പനിലേക്ക് ഓരോരുത്തരെയും അടുക്കാൻ ഓരോ രീതികളിലൂടെ അടുക്കാൻ ഒരു സഹായമാകുന്നുണ്ട് എൻ്റെ വാക്കുകൾ എങ്കിൽ അതിൽ പരം ധന്യത ഒന്നിനും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് എന്നോട് റീസെൻ്റ്ലി കുറേ അധികം പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സവിത വൃന്ദാവനത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം, ഏതെങ്കിലും ഒരു ഗോപികയായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന്. ഒരിക്കലും നമ്മൾ അങ്ങനെ കണക്കാക്കരുത്. ഗുരുവായൂരപ്പൻ്റെ ഗോപിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനേക്കാൾ മുമ്പ് ഗോലോകത്തേക്ക് തിരിച്ചെത്തിയവരാണ് അവർ. അത്ര വലിയ സ്ഥാനമാണ് ഗുരുവായൂരപ്പൻ്റെ ഗോപികയ്ക്ക്. നോക്കൂ, ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് പോലും രാധാദേവിയുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ ഗുരുനാഥനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടായിരിക്കും രാധാദേവിയുടെ പേര് പറയാതിരുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ രാധാദേവിയോടുള്ള ബഹുമാനക്കൂടുതൽ കൊണ്ടായിരിക്കും വ്യാസൻ അങ്ങനെ പറയാതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ബഹുമാനക്കൂടുതൽ കൊണ്ട്. നോക്കൂ, കൃഷ്ണൻ്റെ പേര് പറയുന്നിടത്ത് രാധയുടെ പേര് പറയുന്നില്ല എങ്കിൽ ഭഗവാനേക്കാൾ മുകളിലായിട്ടൊരു ബഹുമാനം കൊടുക്കുന്ന ആ ഒരു ആരാധ്യയാണ് ശ്രീ രാധികാദേവി, ഒപ്പമുള്ള ഓരോ ഗോപികമാരും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഗോപികയായിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ കണക്കാക്കരുത്. അതേപോലെ ഭഗവാനെ കണ്ട പോലെയാണ് ഇന്ന് സവിതയെ കാണുന്നത്, ഭഗവാന്റെ വാക്കുകളാണ് എന്നൊന്നും പറയരുത്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ യോഗേശ്വരനാണ്, വലിയ ആളാണ്. നമുക്ക് റീച്ചബിൾ അല്ല അദ്ദേഹം ശരിക്കും. പക്ഷെ അദ്ദേഹം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുക, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭഗവാനോടോ ഗോപികയോടോ ഒന്നും ഉപമിക്കരുത്. സാധാരണ ഒരു വീട്ടമ്മ മാത്രമാണ് ഞാൻ. എന്നെ ഇതിൽ ഭഗവാൻ നിയോഗിച്ചെങ്കിൽ അത് എൻ്റെ അച്ഛൻ ചെയ്ത പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു, മനുവേട്ടൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായിട്ട് കണക്കാക്കുന്നു കേട്ടോ. ഒരു എന്താ പറയുക, തീയിൽ ചവിട്ടി നടക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു.
അപ്പോൾ അതിനൊക്കെ ഭഗവാൻ എനിക്ക് എടുത്തു വെച്ച ഒരു സമ്മാനമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ശരിക്കും ശരിക്കും അത്രയും ഉള്ളിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിലുടനീളം തിരസ്കരിക്കപ്പെടുക എന്നുള്ളൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഒരുപാട് വർഷക്കാലം ഞാനത് അനുഭവിച്ചിട്ടുമുണ്ട്. മാത്രമല്ല എല്ലാവരുടെയും പോലെയും കുറേ ജീവിത പ്രാരാബ്ധങ്ങളും ഉണ്ടായിരുന്നു. ശരിക്കും നെഞ്ചിലൊരു കനൽ കയറ്റി വെച്ച് നടന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരുപാട് കാലം നടക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അന്നൊക്കെ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും, നിനക്കും ഞാനൊരു ഒരനുഗ്രഹം എടുത്തു വെച്ചിട്ടുണ്ട് സവിത എന്ന്, ഒരു നിയോഗം എടുത്തു വെച്ചിട്ടുണ്ട് സവിത എന്ന്. അധികമൊന്നും സംസാരിക്കാൻ അറിയാത്ത എന്നെക്കൊണ്ട് എന്താ പറയുക, മുഖനെ വാചാലനാക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് സത്യമാണ്. അധികം ഒന്നും സംസാരിക്കാൻ അറിയാത്ത എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മാജിക്കാണ്. അപ്പം അതുകൊണ്ട് ആ മാജിക്കിനെ അങ്ങനെ തന്നെ കണക്കാക്കണം. ഒരു സാധാരണ വീട്ടമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ തന്നെ കണക്കാക്കണം നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതും. അതും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗോപികയോ ഗുരുവായൂരപ്പനോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് എല്ലാവരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയാം പല ആളുകൾക്കും നല്ല പരിഭവം ഉണ്ടായിരിക്കും ഞാൻ വാട്സപ്പ് നോക്കാത്തതിൽ, വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാത്തതിൽ. അങ്ങനെ എടുത്തു നോക്കിയാൽ കുറേ ഫോൾട്ടുകളുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഞാനും. അപ്പോൾ അത് ഒരു സാധാരണക്കാരി ആയതുകൊണ്ടാണ്. അപ്പോൾ ആ സാധാരണക്കാരി എന്ന ആ ഒരു ലേബൽ മാത്രം മതി എനിക്ക്. വേണമെങ്കിൽ കുറച്ച് താഴ്ത്തുകയും ചെയ്യാം, കുറച്ചധികം മടിയൊക്കെ ഉള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ കുറച്ച് താഴ്ത്തി കണ്ടാലും വിരോധമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും ഒരു ലെവല് വിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. എന്താ എൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ. എന്നെ കാണേണ്ടത് എങ്ങനെയാണെന്നറിയോ, എൻ്റെ വാക്കുകളിലുള്ള ഉണ്ണികൃഷ്ണനെ മാത്രം കണ്ടാൽ മതി. അതൊരിക്കലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറയുന്നതാണ്. അതുകൊണ്ട് ആ വാക്കുകളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ട, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ അതുണ്ട്, അത് മാത്രം മതി. അതോടുകൂടി എനിക്ക് എന്താ പറയുക, അനുഗ്രഹീതയായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ നോക്കാം അല്ലേ. പേരറിയാത്ത ഭക്ത അല്ലെങ്കിൽ ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, സവിത തിരുമുടിമാല എന്തിനു വേണ്ടി ചെയ്യുന്ന വഴിപാടാണ് എന്ന് പറഞ്ഞു തരുമോ എന്ന്. നോക്കൂ, അങ്ങനെയില്ല കേട്ടോ, എന്തിനും ചെയ്യാം. തിരുമുടിമാല നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരമാലയാണ്. പിന്നെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും തിരുമുടിമാല നമുക്ക് ഷീട്ടാക്കാം കേട്ടോ. ഇത് പറയുമ്പോൾ സവിതയല്ലേ പറഞ്ഞ ചൂല് എടുത്ത് വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ, ചൂല് എടുത്ത് വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എന്നോടൊരു ഭക്ത ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മുത്തശ്ശി അടക്കം പൂർവികർ ചെയ്യുന്നത് കണ്ടത്. തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ആലോചിച്ച് നോക്കൂ, തിരുമുടിമാല എന്ന് പറയുന്നത് ഭഗവാന്റെ ആ മുടിയെ അലങ്കരിക്കുന്നതാണ്. ശിരസിലെ ആ മുടിയെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാലോ, മുടി ഇങ്ങനെ വാരിക്കോതി ഒരു സൈഡിൽ ഉണ്ടായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും, ബാക്കി ഇങ്ങനെ ആ നെടുമ്പുറം വരെ അറ്റം മടങ്ങിയ രൂപത്തിൽ, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഉണ്ണികൃഷ്ണനെ ഓർമ്മ വരിക. ആ വാരി കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു തിരുമുടിയിൽ ചുറ്റി വെക്കുന്നതാണ് ഈ തിരുമുടിമാല എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ശിരോ അലങ്കാരത്തിനാണ് തിരുമുടിമാല. അപ്പോൾ ഈ തിരുമുടിമാല ഷീട്ടാക്കിയാൽ നമുക്ക് നമ്മുടെ തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്നേ. അതുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കടക്കം എല്ലാവർക്കും ഉള്ളതാണല്ലോ മുടി ഒഴിച്ചിലും മുടിയുടെ പ്രശ്നങ്ങളും എല്ലാം. അപ്പം നമുക്ക് അതിൻ്റെ പരിഹാരാർത്ഥം ഉണ്ണികൃഷ്ണനോട് അനേകം മരുന്നുകളും എണ്ണകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ നിർത്താനല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഒപ്പം ഉണ്ണികൃഷ്ണൻ ഒരു തിരുമുടിമാലയും കൂടി ഷീട്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി മാറും എന്ന് ഉറച്ചു വിശ്വസിക്കും. അടുത്തതായിട്ട് കുറച്ച് വലിയ മെസ്സേജാണ്, ഞാൻ വായിക്കാം കേട്ടോ. മഞ്ജു സുമേഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത എന്നും മനസ്സിൽ സവിതയോട് ചോദിക്കണം എന്ന് ഓർക്കും, പിന്നെ വേണ്ട എന്ന് വെക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, അതാണ് ചോദിക്കുന്നത്, മറുപടി തരണേ. ഒക്ടോബർ 28 ഞാൻ ഗുരുവായൂർ വന്നു. 27 വന്നു. അന്ന് വൈകിട്ട് ഭഗവാനെ നന്നായി കണ്ട് തൊഴുത് ശിവേലി തൊഴുതു. 28 രാവിലെ വന്നു.
അന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചതുപോലെ സോപാനം തൊഴിലുണ്ടായിരുന്നു. ഞങ്ങൾ നന്നായി ഭഗവാനെ കണ്ടു തൊഴുതു. മനസ്സ് നിറഞ്ഞു. തൊഴുതു നമസ്കരിക്കാനും പറ്റി. തിരിച്ചു പോരുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊഴാൻ വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ, അതായത് അച്ഛൻ്റെ ചെറിയച്ഛനായിരിക്കും, സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു, തൊഴുതു മടങ്ങി വരും വരെ ആർക്കും ഒരു ആപത്തും ഉണ്ടാവരുത് എന്ന്. പക്ഷേ ഞങ്ങൾ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തി കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് മക്കൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു. അച്ഛന് സുഖമില്ല, പെട്ടെന്ന് ചെല്ലാൻ. എൻ്റെ അച്ഛൻ്റെ കാലിനൊരു മുറിവുണ്ടായിരുന്നു. അത് കരിഞ്ഞ് മറ്റു കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സുഖമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അപ്പോഴേക്കും എൻ്റെ അച്ഛൻ പോയിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് പോയി കിടന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റ് പെട്ടെന്ന് പുറകിലേക്ക് വീണു. ആദ്യം ഒക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. എൻ്റെ കണ്ണനെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എന്തെങ്കിലും ദോഷമാണോ എന്നൊക്കെ ഓർത്ത്. പിന്നെ ചിന്തിച്ചു, അമ്പലത്തിൽ നിൽക്കുമ്പോഴോ യാത്രയിലായിരിക്കുമ്പോഴോ മറ്റും ആയിരുന്നില്ലല്ലോ, എങ്കിലും ഒരുപാട് വേദന ഉണ്ടായേനെ. ഇത് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞല്ലേ, എൻ്റെ ഭഗവാന്റെ അനുഗ്രഹമല്ലേ എന്ന് കരുതി ആശ്വസിക്കും. ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ സവിത ഒന്ന് പറയൂ. സുഖമില്ലാതിരുന്ന എൻ്റെ അച്ഛൻ്റെ അനിയൻ എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾക്ക് ശേഷം അർദ്ധരാത്രി മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്തത് അച്ഛൻ്റെ ചെറിയച്ഛൻ മരിക്കും എന്നാണ്. പക്ഷെ ആദ്യം പോയത് അച്ഛനായിരുന്നു. അതും ഗുരുവായൂരപ്പനെ തൊഴുത് തിരിച്ചെത്തിയ സമയത്തേക്ക് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. തിരിച്ചെത്തിയതിന് ശേഷം ഇതിൻ്റെ ആശ്വാസവും ഈ ഭക്ത തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അമ്പലത്തിൽ നിൽക്കുമ്പോഴല്ല, യാത്രയിലായിരുന്നപ്പോഴല്ല, യാത്രയ്ക്ക് ഒരു ഭംഗം വരുത്തിയിട്ടല്ല, ഒന്നുമല്ല, ഗുരുവായൂരപ്പനെ കണ്ണ് നിറഞ്ഞ് കണ്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു വാർത്ത കേൾക്കേണ്ടതായിട്ട് വന്നത്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. കാരണം ഗുരുവായൂരപ്പനെ തൊഴുത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി കുറേ കാലം നിൽക്കും. കുറേ പേര് പറയണ കേട്ടിട്ടില്ലേ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകൾ വരുമ്പോഴാണ് പറയുക, 1 വർഷത്തേക്കുള്ള എനർജിയാണ് ഇവിടുന്ന് നിങ്ങൾ, എന്താ പറയുക, നമ്മൾ കാറിലൊക്കെ പെട്രോൾ അടിക്കണ ഡീസലൊക്കെ അടിക്കണ പോലെയാണ് ഈ ഗുരുവായൂരപ്പനെ വന്ന് കണ്ടു തൊഴുന്നത്. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ള ഒരു പവർ, ഒരു എനർജി കിട്ടും ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതാൽ എന്ന്. അപ്പം ഇത്ര വലിയൊരു ദുഃഖം താങ്ങാനുള്ള ശക്തി കിട്ടാൻ ഭഗവാൻ ആദ്യം തന്നെ എന്താ ചെയ്തത്, വന്നോളൂ, ഇനി വന്ന് കണ്ടോളൂ, തൊഴുതോളൂ എന്ന് പറഞ്ഞില്ലേ. ആശ്വാസകരമായ രീതിയിൽ, തൃപ്തികരമായ രീതിയിൽ വന്ന് കണ്ട് തൊഴുതതിന് ശേഷം മാത്രമാണ് ഇത്ര വലിയൊരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ദുഃഖവാർത്ത ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയത് ഗുരുവായൂരപ്പനിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കൂ. ഒരിക്കലും ഒരു ദോഷം കൊണ്ടല്ല. ഒരാളുടെ ആയുസ്സെത്തി മരിക്കുന്നത് എങ്ങനെയാണ് ദോഷമാവുക, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. സുഖമായിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായിരുന്നത്. എക്സ്പെക്റ്റഡ് അല്ലാത്ത മരണം വരുമ്പോൾ വീട്ടുകാർക്ക് എന്തായാലും, ബന്ധുജനങ്ങൾക്ക് എന്തായാലും വിഷമമുണ്ടാവും. പക്ഷെ മരിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരുപാട് വർഷക്കാലം കിടപ്പ് രോഗിയായിട്ട് മരിക്കുന്നതിലും എത്ര നല്ലതാണ് പെട്ടെന്ന് മരിച്ചു പോണത്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 60 വയസ്സ് തികയരുത് എന്നുള്ളത്. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങൾ ആലോചിക്കാറുള്ളത് കേട്ടോ. കാരണം പലപ്പോഴും എൻ്റെ അച്ഛൻ പറയാറുണ്ട്, 60 വയസ്സ് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കരുത് മനുഷ്യരെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറയണതെന്ന് അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ ആഗ്രഹമാണ് പറയണത്. 60 വയസ്സിൽ മുകളിലേക്ക് അച്ഛന് ജീവിച്ചിരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് അച്ഛന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു. 59 വയസ്സും 1 മാസവും കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചു പോയത്. അച്ഛന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഭാഗ്യം ചെയ്ത ആളായതുകൊണ്ടാണ്, ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ എന്താ പറയുക, പൂ പോലെ കൊണ്ടുപോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ആ മരിച്ചു കിടക്കുന്ന ഭാവത്തിൽ അച്ഛൻ്റെ മുഖത്തൊരു ചിരി വിടരുന്ന ആ ഒരു പോലെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഉദിച്ചിടുന്ന ബ്രഹ്മത്തെ കാണുമ്പോൾ കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ എന്ന് പറയുന്ന പോലെ ഭഗവാനെ കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ അച്ഛൻ്റെ ജീവൻ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് അച്ഛന് സന്തോഷമായി ഉണ്ടാവില്ലേ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായിട്ടുണ്ടായിരിക്കും. അത് സഹിക്കാനുള്ള ആ വീട്ടുകാർക്ക് വേണ്ട ധൈര്യം കൊടുക്കാൻ ഭഗവാൻ കൂടെ ഉണ്ടായി എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്നേ, എന്തിനാ അങ്ങനെ സങ്കടപ്പെടണേ, വിഷമിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അടുത്ത ചോദ്യം,
സൗദേ നമസ്കാരം. ഞാൻ വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദിവസവും പോകുന്നുണ്ട്. അവിടെ 12 നമസ്കാരം ചെയ്യാൻ പറ്റുമോ? 12 നമസ്കാരം ചെയ്യുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും? നടയിലല്ലാതെ മറ്റെവിടെയെങ്കിലും നമസ്കരിക്കാൻ പറ്റുമോ? ഈ വീഡിയോ ഇപ്പോഴാണ് കണ്ടത്. എൻ്റെ സംശയത്തിന് ഉത്തരം തരുമോ? മറ്റാർക്കും ശല്യമില്ലാത്ത എവിടെ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. നേരെ തിരുനടയിൽ നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് നടന്നു പോവാനും തൊഴാനും ഒക്കെയുള്ള വഴിയാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവരെന്താ വിചാരിക്കുന്നത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരെന്താ വെച്ചാൽ വിചാരിക്കട്ടെ. അവർക്ക് അതിൻ്റെ സുഖം അറിയില്ല, അവർക്ക് അതിൻ്റെ സമാധാനം അറിയില്ല. വൺസ് അവർക്ക് അതിൻ്റെ സുഖവും സമാധാനവും മനസ്സിലായാലുണ്ടല്ലോ, നമ്മളെക്കാളും ചിലപ്പോൾ അവരാവും നമസ്കരിക്കാം. ഇനി പലരും കളിയാക്കുന്നത് കാണാം. ഇങ്ങനെയൊക്കെ നമസ്കരിച്ചിട്ട് എന്താ, അവർക്ക് ജീവിതത്തിൽ നല്ല ബുദ്ധിമുട്ടല്ലേ എന്ന്. ആ ബുദ്ധിമുട്ടിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ലഭിക്കുന്നത് ഇതിലൂടെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വിളക്ക് കെട്ടിട്ടില്ല, രാത്രിയായി, സ്വർഗവാതിൽ ഏകാദശിയുടെ അന്നാണ്, രാത്രിയായി, വിളക്ക് കെട്ടിട്ടില്ല, അപ്പോൾ അത് കെടുത്തേണ്ട ആവശ്യമുണ്ടോ? കെടാവിളക്കായിട്ട് വെച്ചുകൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കെടാവിളക്കായി വെക്കാം, ഏകാദശി ദിവസമല്ലേ, കെടാവിളക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു അത്ര, വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട, ഭഗവാന് ശല്യമാവും, അതൊക്കെ കെടുത്തണമെന്ന് പറഞ്ഞു അത്രേ. ഈ ഗുരുവായൂരപ്പൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണന് ഒരു വിളക്ക് മുന്നിൽ കത്തിക്കുന്നത് കൊണ്ട് എന്താ പ്രയാസം ഉണ്ടാവുക? ദേശങ്ങൾക്ക്, കാലങ്ങൾക്ക് ഒക്കെ അതീതനാണ് ഭഗവാൻ. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒന്നും ചിന്ത പോലെയല്ല കേട്ടോ. പോണ്ടേ, ഞാനൊക്കെ നല്ലോണം മോശമായിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പം തന്നെ ഞാൻ ഭഗവാനോട് ക്ഷമിക്കുമെന്നും പറയും. ഒരു 5 കോൾ അടുപ്പിച്ച് വന്ന 6ാമത്തെ കോൾ എടുക്കേണ്ടി വന്നാൽ ഞാൻ വിചാരിക്കും, ഭഗവാൻ എന്തിനാ എനിക്ക് പറ്റണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു വേവലാതി പറയുന്ന സ്വഭാവമുണ്ട് എനിക്ക്. പക്ഷെ അപ്പം തന്നെ ഞാൻ വിചാരിക്കും, ഗുരുവായൂരപ്പ ക്ഷമിക്കണേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയിന്ന്. പക്ഷെ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ്. അപ്പം നമുക്ക് വേണ്ടി ഭഗവാൻ എന്താ പറയുക, അറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞു നിൽക്കാനാണ് ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടം. ഒരിക്കലും അങ്ങനെ നമ്മൾ കണക്കാക്കരുത്. പക്ഷെ അറ്റ് യുവർ സർവീസ്, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ വിചാരിക്കുക. നിന്നെ എനിക്ക് ഈ ജീവനെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം, നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറേ സിനിമകളൊക്കെ കാണുന്നുണ്ട്. മറ്റാർക്കും കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ പണ്ട് ഞാൻ ഗന്ധർവൻ സിനിമ കണ്ട സമയത്തൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, അങ്ങനെ ഒരു ഇൻവിസിബിൾ പേഴ്സൻ്റെ പ്രസൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായാൽ എന്ത് രസമായിരിക്കില്ലേ എന്ന്. പക്ഷെ അപ്പം തന്നെ എനിക്ക് ആൻസർ കിട്ടി, എൻ്റെ ലൈഫിൽ ഉണ്ടല്ലോ, ഇൻവിസിബിൾ ആണ്, പക്ഷെ എനിക്കും കൂടെ ഇൻവിസിബിൾ ആണെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഞാൻ പറയണതെല്ലാം കേൾക്കുന്നുണ്ട്, എനിക്കതിനുള്ള ദൃഷ്ടാന്തങ്ങളെല്ലാം ഉണ്ട്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വഴിയിലൂടെ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ വഴി കുറച്ച് ദുർഘടമായിരിക്കും, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം ഉണ്ടായിരിക്കും. എത്രയോ അനുഭവങ്ങളിലൂടെ ഓരോ ദിവസവും ആ സാന്നിധ്യം അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തിനാ ഒരു ഗന്ധർവൻ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോരെ, ഗന്ധർവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ആൻസർ ഉള്ളിലിരുന്ന് പറഞ്ഞു തന്നതും ഭഗവാൻ തന്നെയാണ്. ഞാനില്ലേ നിൻ്റെ കൂടെ എപ്പോഴും എന്ന് ചോദിക്കുന്നതും ആ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ വലിയ 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 ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ ആരെന്ത് പറയുന്നു ഒന്നും നോക്കുക വേണ്ട കേട്ടോ. നമുക്കിഷ്ടമുള്ളപ്പോൾ നമുക്ക് നമസ്കരിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. നമസ്കാരം സവിത, പാട്ട് നന്നായിട്ടുണ്ട്. സവിത, ഞങ്ങൾ 11 വർഷമായി ബഹ്റിനിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ ജോലിയും എൻ്റെ ജോലിയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു. പുതിയ ജോലി കിട്ടിയിട്ടില്ല. രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനിലാണ്. രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഗീതു ഗോപിനാഥ് എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും അഹസ് വഴിപാട് ഷീട്ടാക്കാറുണ്ട് കേട്ടോ ഭക്തർ. ഇത് മാത്രമല്ല, നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പനോട് തുറന്ന് സംസാരിച്ചോളൂ. ഉണ്ണികൃഷ്ണ, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആ ജോലി വേണ്ടാന്ന് വെക്കേണ്ടി വന്നത്, പുതിയൊരു ജോലി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ കേട്ടോ, ഒരു മടിയും വിചാരിക്കേണ്ട. ആചാര്യൻ പറയുമ്പോൾ എപ്പോഴും പറയും, നമ്മുടെ ആവശ്യങ്ങളൊന്നും പറയാതെ വേണം ഗുരുവായൂരപ്പനെ നമസ്കരിക്കാൻ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നുണ്ട്. അത് സത്യമാണ്, ഭഗവാനെല്ലാം അറിയാം. പക്ഷെ നമ്മളുടെ ഒരു മനസ്സിനൊരു സന്തോഷം വരണ്ടേ, ഒരു സമാധാനം കിട്ടണ്ടേ,
അതിനുവേണ്ടി ഗുരുവായൂരപ്പനോട് എല്ലാം പറയാം. എല്ലാം ഭഗവാൻ സാധിപ്പിച്ചു തരൂ? ഇല്ല. നമുക്ക് ഏതാണോ നല്ലത് അതന്നെ ഭഗവാൻ സാധിപ്പിച്ചു തരുള്ളൂ. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാൻ നമുക്ക് ഗുരുവായൂരപ്പനല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനോട് തുറന്ന് സംസാരിക്കൂ. അഹസ് ഷീട്ടാക്കിക്കോളൂ, ബാണയുദ്ധം ഷീട്ടാക്കിക്കോളൂ. കൃഷ്ണനാട്ടങ്ങളി ആട്ടോ ബാണയുദ്ധം. 82ാമത്തെ ദശകം ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചോളൂ. ഇതെല്ലാം നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് പേരറിയാത്ത ഭക്ത ചോദിച്ചിട്ടുണ്ട്, കിണറ്റിൽ വെള്ളം കുറയുന്നുണ്ട്, ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പന് വെള്ളം കൊണ്ടുപോന്ന് സമർപ്പിക്കാം, തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കാം. ഇതിലേത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മണിക്കിണറിലെ വെള്ളം അല്ലെങ്കിൽ രുദ്രതീർത്ഥ കുളത്തിലെ വെള്ളം ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഈ തീർത്ഥം കൊണ്ട് തുലാഭാരം ഉള്ളത്. ഇതേമാതിരി തന്നെ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുറച്ച് കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയും ചെയ്യാം. ഉണ്ണീകൃഷ്ണ, വെള്ളത്തിന് കുറച്ച് ക്ഷാമുണ്ട് കേട്ടോ, ഇതൊന്ന് പരിഹരിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത ചോദ്യം വരും, വെള്ളം എങ്ങനെയാണ് കൊണ്ടുവന്ന് സമർപ്പിക്കുക? പുതിയൊരു പാത്രം വാങ്ങിക്കുക, എന്നിട്ട് ആ പാത്രത്തിൽ ഗുരുവായൂരപ്പന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് രജിത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സദാജി വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെയും കൂടി മെമ്പറാക്കുമോ എന്നാണ്. താഴെ ലിങ്ക് കൊടുക്കാം എന്നും പറയും, പക്ഷെ മറന്നു പോവാണ്. ഇന്ന് എന്തായാലും ലിങ്ക് കൊടുക്കാം. താഴെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് 5 എണ്ണമാണ് ഉള്ളത് കേട്ടോ. 5 ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുക്കാം. 5ാമത്തേലായിരിക്കും ഫില്ലാവാൻ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ഫില്ലായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ വാട്സപ്പ് ലിങ്കിലൂടെ കയറിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത, എൻ്റെ പേര് രമ, ഞാൻ ദുബായ് ആണ്. എൻ്റെ മുഖം കരിമംഗല്യം വന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ മുഖത്ത് ചെറിയ കുരു പോലെ വരുന്നു. ആദ്യം മുഖത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ദേഹം മുഴുവനും കഴുത്തിലും കൂടുതലാകുന്നു. എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവുമാണ്. ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഞാൻ ഭഗവാനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, നാമം ജപിക്കാറുണ്ട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയുള്ള വ്യക്തിയാണ് സവിത. ഒന്ന് പ്രാർത്ഥിക്കണേ എന്നാണ് പറഞ്ഞിരിക്കണേ. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. നാരായണീയത്തിലെ 100ാമത്തെ ദശകം ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ്. അതെല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. ഒപ്പം ഈ കരിമംഗല്യം എന്ന് പറയുന്ന കറുത്ത പാടുകളും കുത്തുകളും അതെല്ലാം മാറാനായിട്ട് മഞ്ഞൾ തേച്ചോളാൻ പറയാറുണ്ടല്ലോ പൂർവികർ. നമുക്ക് മഞ്ഞൾ കൊണ്ട് തുലാഭാരം തൂക്കാട്ടോ. മഞ്ഞൾ കൊണ്ട് തുലാഭാരം ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ ലഭ്യമായ ദ്രവ്യമാണ്, വന്ന് ചെയ്യുക മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് നേർന്നോളൂ. മഞ്ഞൾ കൊണ്ട് തുലാഭാരം തൂക്കാമെന്ന്. ഇനി ഏതെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ കുറച്ച് പൈസ അതിനു വേണ്ടി മാറ്റി വെച്ചോളൂ. എല്ലാ ദിവസവും കുറച്ച് അല്ലെങ്കിൽ എല്ലാ മാസവും കുറച്ച് പൈസ അതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് അതിനുള്ള ഒരു തുകയാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് പേരറിയില്ല, ഇന്ന് പേര് പറയാത്ത ആൾക്കാരല്ലേ കൂടുതൽ. ചേച്ചി, എനിക്ക് ഓവറിയിൽ സിസ്റ്റാണ്, ഇത് മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പന് ആൾരൂപം വഴിപാട് എടുത്തു വയ്ക്കാവുന്നതാണ്. അവിടെ തന്നെ എന്താ പറയുക, യൂട്രസും അതിൽ ലഭ്യമാണ് കേട്ടോ. ഒരു ആന്തരിക അവയവങ്ങളുടെ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ രൂപങ്ങൾ. അപ്പോൾ യൂട്രസിൻ്റെ രൂപവും അവിടെ ഉണ്ട്, അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം. യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാനും സാധിക്കും. അപ്പം അടിപ്രദക്ഷിണം വെച്ചോളൂ കേട്ടോ. അടിപ്രദക്ഷിണം ഓവറിൽ സിസ്റ്റുള്ളവരാണോ വെക്കുക വെച്ചാൽ അങ്ങനെയല്ല, അടിപ്രദക്ഷിണവും കൂടി വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്തതായിട്ട് മീനാകുമാരി എന്ന ഭക്തയാണ്. As I am not able to sit on the floor to say prayers, I sit on the chair to chant the prayers. Is there any problem by doing this? Please reply. I don't know how to write in Malayalam. Hope you will read my question. അതായത് നിലത്തിരുന്ന് നാമം ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കസേരയിൽ ഇരുന്നാണ് നാമം ചൊല്ലുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് മീനാകുമാരി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ. എവിടെ വേണമെങ്കിലും ഇരുന്ന് നാമം ചൊല്ലാം, ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും നാരായണ നാമത്തിന് അതുമില്ല, ശുദ്ധം നോക്കണമെന്നില്ല. ബെഡിൽ കിടന്നിട്ടാണെങ്കിലും നമുക്ക് നാരായണ നാമം ചൊല്ലാം. അതല്ലാത്തതെല്ലാം പ്രേയേഴ്സ് ചൊല്ലുന്ന സമയത്ത് നമ്മൾ ശുദ്ധമായിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചൊല്ലാം കേട്ടോ. സോഫയിലായിരുന്നാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ്. അടുത്തതായിട്ട് രമാദേവി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സഹിത, ഞാൻ പത്മനാഭനെ തൊഴുതിട്ട് ശിവൻ കോവിലിൽ പോയി അവിടെ ധാര നടത്തിയ കരിക്കിൻ്റെ അഭിഷേക പ്രസാദം അറിയാതെ ഞാൻ കഴിച്ചു. അപ്പോൾ ഏകാദശി മുടങ്ങിയിട്ടുണ്ടോ ഒന്ന് പറയുമോ?
ഇല്ല, മുടങ്ങിയിട്ടില്ല. കരിക്ക് കഴിച്ചാൽ ഏകാദശി മുടങ്ങില്ല. ഇനിയിപ്പോൾ കരിക്കാണോ ഇനി സ്പെല്ലിംഗ് തെറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. എന്ത് കഴിച്ചാലും ഏകാദശി മുടങ്ങില്ല. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ചൊവ്വലൂർ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ അപ്പം ഞാൻ കഴിച്ചിരുന്നു. ഒരു കഷ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ആ ഏകാദശി കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ മഹാദേവൻ്റെ പ്രസാദം കഴിച്ചു വെച്ചിട്ട് എങ്ങനെയാണ് ഏകാദശി പോവുക? അങ്ങനെ പോവില്ല. അങ്ങനെ പോവില്ല എന്ന് തന്നെ വിശ്വസിച്ച് ചെയ്യൂ. ഇതിന് ഒരു ദോഷം ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നീനു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എൻ്റെ അമ്മയ്ക്ക് 28 വർഷമായിട്ട് മാനസിക രോഗമാണ്. ഇപ്പോൾ യൂട്രസ് സംബന്ധമായ രോഗങ്ങളും കൂടാതെ പാർക്കിൻസൺ രോഗവുമുണ്ട്. 1 മാസമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ? ഈ കഷ്ടാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കാൻ ഒരു വഴി കാണിച്ചു തരുമോ എന്ന്. ഗുരുവായൂരപ്പന് സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി ചെയ്യാവുന്നതാണ് കേട്ടോ. കൃഷ്ണനാട്ടം കളി സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒപ്പം അവതാരവും കൂടി ഷീട്ടാക്കണം എന്നുള്ളത് കൊണ്ട് അതിന് മാത്രം തുക കൂടുതലാണ്, 6000 രൂപയാണ്. അപ്പോൾ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം എന്തിനു വേണ്ടിയിട്ടാണ് ഷീട്ടാക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവൻ്റെ ദുരിതവും കഷ്ടപ്പാടും എല്ലാം മാറി ഭഗവാനിലേക്ക് ജീവൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അമ്മ മരിച്ചു പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അമ്മയ്ക്ക് ഇനി ജീവിതത്തിൽ വേറൊന്നും വരാനില്ല എന്നുള്ളത് കൊണ്ട് ആ അമ്മയുടെ ദുരിതവും കഷ്ടപ്പാടുകളും എല്ലാം തീർത്ത് ആ ജീവനെ ഭഗവാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി ചെയ്യാവുന്നതാണ് കേട്ടോ. അതാണ് ഇത് കേട്ടപ്പോഴത്തെ എനിക്ക് തോന്നുന്ന പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് തിരുവാതിരയാണ് കേട്ടോ. തിരുവാതിര തുടങ്ങുകയാണ്. ഇന്ന് രാത്രി 8 മണിക്കാണ് തിരുവാതിര തുടങ്ങുന്നത്. നമ്മൾ മലയാളികളുടെ ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം, വിഷു, തിരുവാതിര എന്നാണ് പണ്ട് കാലത്ത് പറയാറുള്ളത്. മഹാദേവനെ സങ്കല്പിച്ചാണ് തിരുവാതിര ആർദ്രാവ്രതം എടുക്കാറുള്ളത്. കന്യകമാരുടെ ശ്രേയസ്സിനും നല്ല വരനെ ലഭിക്കാനുമായിട്ടാണ് കന്യകമാർ സാധാരണ ഈ തിരുവാതിര വ്രതം എടുക്കാറുള്ളത്. മംഗല്യമുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു മംഗല്യ വ്രതം എന്നറിയപ്പെടുന്ന ആർദ്രാവ്രതം എന്നറിയപ്പെടുന്ന തിരുവാതിര നോൽമ്പ് നോൽക്കാറുള്ളത്. അങ്ങനെ ചിട്ടയും വട്ടമൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ. കാരണം ഞാനിവിടെ ഗുരുവായൂർ ആചരിക്കുന്ന രീതിയിലല്ല അമ്പലപ്പുഴ ആചരിക്കാറുള്ളത്. തെക്കോട്ടേക്ക് കുറച്ചധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ ഈ തിരുവാതിരയ്ക്ക്. എട്ടങ്ങാടി നീതിക്കലും മകീര്യം നീതിക്കൽ, അതുപോലെ ഉറക്കൊഴിയുമ്പോൾ പാതിരാപ്പൂജ ഇടലൊക്കെ ഇവിടേക്കും ഉണ്ട്. പക്ഷേ അവിടുത്തെ രീതികളും ഇവിടുത്തെ രീതികളും നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ വ്രതത്തിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടും പറയുന്നില്ല കേട്ടോ. എട്ടങ്ങാടിയൊന്നും ഞങ്ങളിവിടെ വടക്കോട്ടുള്ള ആൾക്കാർക്കില്ല, തെക്കോട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടേനും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. കഴിയാവുന്നതും നിങ്ങൾ ഓരോരുത്തരും വ്രതം നോൽക്കുക. പാർവതി ദേവിയെ നല്ലോണം വിചാരിക്കുക, മഹാദേവനെ വിചാരിക്കുക. ഉറക്കൊഴിയുന്ന ദിവസം ഇന്നാണ്. നാളെ വൈകിട്ട് 5:30 വരെയാണ് ഈ ഒരു തിരുവാതിരയുടെ സമയം വരുന്നത്. അപ്പോൾ പിറന്നാളിനുള്ളതൊക്കെ നാളെയാണ് എടുക്കുക വെച്ചാലും ഉറക്കൊഴിയുന്ന ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്. 108 വെറ്റിലയോ 101 വെറ്റില മുറുക്കലും അതുപോലെ തന്നെ മംഗലാതിര ചൊല്ലലും പാതിരാപ്പൂ ചൂടലും തൊടിച്ചു കുളിക്കലും ഒക്കെ ഇന്നത്തെ രാത്രിയിലാണ് ചെയ്യേണ്ടത് എന്നാണ് പറയാം. കഴിയാവുന്നത് പോലെ എല്ലാവർക്കും തിരുവാതിര ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് കാണാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.